ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്രിസ്തുവേശുവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ള പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അത് ആശ്വാസവും വിടുതലുമാകും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആത്മാവി ബലപ്പെടാനും സഹായം ദൈവത്തിൽ നിന്ന് ലഭിക്കാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്രേസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. കഴിഞ്ഞ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും പ്രഭാത സമയത്തുള്ള ഈ പ്രവചന ദൂതുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്ന പകലാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇരിക്കുക. കർത്താവിന് ഇന്ന് രാവിലെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം അത് ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ ശബ്ദം അത് തേനും തേൻകട്ടേക്കാളും വലുതാണ്. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ അണ്ണാക്കിന് മധുരമാകുന്നു എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല വേദനകളും, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടതകളും, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല കണ്ണുനീരുകളും നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമായി മാറേണ്ടതിന് യേശു കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയാണ്. എത്ര പാരമ്പര്യമുള്ള പ്രശ്നമാണെങ്കിലും, പിതാക്കന്മാർ കൈമാറിയ ശാപമാണെങ്കിലും, കുടുംബത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന അപ്പനപ്പന്മാരുടെ കാലം മുതൽ നിങ്ങളുടെ വീടിനകത്ത് തളം കെട്ടിക്കിടക്കുന്ന ഏത് ഇരുണ്ട അവസ്ഥകൾക്കും മാറ്റം വരുവാൻ, മാറ്റം തരുവാൻ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഇന്നത്തെ പ്രവചന സന്ദേശത്തിനകത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയുന്നു, നിങ്ങളുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. എത്ര വലിയ പ്രശ്നവും എത്ര പഴകിയ പ്രശ്നവും അല്ല, നീ ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലായിരിക്കും നീ ജനിച്ചു വീണത്. ഒരുപക്ഷെ നിന്റെ ജന്മം തന്നെ ഒരു വലിയ വെല്ലുവിളിയുടെ മുമ്പിലായിരിക്കും. കർത്താവിൻ്റെ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. ചില ജന്മശാപങ്ങളെ, ജന്മരോഗങ്ങളെ, ജന്മനാ നിങ്ങളുടെ മേൽ പിശാച് കൊണ്ട് കെട്ടിവെച്ച ചില കെട്ടുകളെ അഴിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടും. മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, തള്ളിയവരുടെ മുമ്പിൽ, നീക്കി വെച്ചവരുടെ മുമ്പിൽ, നന്നാകത്തില്ലെന്നും മുഖത്തു നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ, ഗതി പിടിക്കത്തില്ലെന്നും നിന്നെ ഒന്നിനും കൊള്ളില്ലെന്നും പറഞ്ഞ രക്തബന്ധങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ യേശുവിന് കഴിയും. യേശു അപ്പായുടെ വചനത്തിനകത്തുനിന്നൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ തന്ന് ഒരു ദൈവിക ദൂത് കൈമാറി പ്രാർത്ഥിക്കാനാണ് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവനെ വലം കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നോക്കുക, ക്ഷണത്തിൽ സംഭവിച്ച ഒരു വിടുതൽ, പെട്ടെന്ന് സംഭവിച്ച ഒരു വിടുതൽ. നമുക്കറിയാം ഈ പശ്ചാത്തലം. മർക്കോസിൻ്റെ മാളികമുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധ ആത്മാവ് വന്നപ്പോൾ ഓരോരുത്തരും പരിശുദ്ധ ആത്മാവ് നിറഞ്ഞു. പിന്നീട് ഒരു അവസരത്തിൽ പത്രോസും ശീലാസും കൂടെ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ പടിപ്പുരവാതിക്കൽ ഇരിക്കുന്ന പിറവിയിലെ മുടന്തനായ, അതിന് 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ടായിരുന്നു. ദിനംപ്രതി ഇരുത്തുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ ദിനംപ്രതി ജന്മനാ മുടന്തനായൊരു മനുഷ്യൻ. ജന്മനാ മുടന്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ചപ്പോൾ തന്നെ കാലുകൾക്ക് വൈകല്യം. അമ്മയുടെ ഉദരത്തിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെ ഒരുപക്ഷെ കാലിൻ്റെ പത്തിക്ക് വളവോ കാലിന് വളവോ അല്ലെങ്കിൽ അനുബന്ധമായ വൈകല്യങ്ങൾ, കാലിന് ഏറ്റക്കുറച്ചിലുകളോ എന്തും സംഭവിക്കാം. എന്നാൽ മുടന്തു വരത്തക്ക നിലയിലുള്ള കാലുകൾക്ക് പ്രയാസമുള്ളവനായിട്ട് ജനിച്ചു വീണവനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ പടിവാതിക്കൽ കൊണ്ടിരുത്തുക പതിവായിരുന്നു.
ചിലർ ചുമ്മിക്കൊണ്ടാണ് ഇവനെ കൊണ്ടുവന്നിരുത്തുന്നത്. എന്തിനാണെന്നറിയാമോ? വല്ല കിട്ടുമെന്ന പ്രതീക്ഷയിൽ. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭിക്ഷയാചിപ്പാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി ജീവിക്കാൻ, 10 കാശുണ്ടാക്കാൻ ഇവനെ കൊണ്ടിരുത്തുന്ന ഒരു പ്രവണത. അതുകൊണ്ട് ഈ ജന്മനാ മുടന്തനായ വ്യക്തി ആലയത്തിൻ്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് ആലയത്തിൽ വരുന്നവരോടെല്ലാം കാശ് ചോദിക്കും, കൈ നീട്ടും. നമ്മൾ കണ്ടിട്ടില്ലേ പിച്ചക്കാര്, അല്ലെങ്കിൽ ആ പദം ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും സാധുക്കൾ പാത്രം കുലുക്കി ചില്ലറ പൈസ ഇട്ട് കുലുക്കി ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭിക്ഷയാചിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിനകത്ത് ആ പടിവാതിക്കൽ ഇരിക്കുന്നത്. ആലയത്തിൻ്റെ പേര് സുന്ദരമെന്നാണ്, പക്ഷേ അതിൻ്റെ ഫ്രണ്ട് അത്ര സുന്ദരമല്ല. കാരണം ഇങ്ങനെയുള്ള കുറച്ച് യാചകരിരിക്കുന്ന സ്ഥലമാണ്. എന്നാൽ അതിലെ വരുന്ന പള്ളിയിൽ വരുന്ന ആളുകളുടെ മുമ്പിൽ വല്ലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ പത്രോസും ശീലാസും കാണുകയാണ്. എന്നാൽ ഭക്തനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, പത്രോസിനെ കണ്ടപ്പോൾ കൈനീട്ടി വെല്ലം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്നത് പോണക്ക് ഒന്നും തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല, വെള്ളിയില്ല, പൊന്നില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കുണ്ട്, നസ്രയനായ യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ആ നാമം ഉപയോഗിച്ച് പറയുകയാ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പറയട്ടെ, ആ നാമം ഉപയോഗിച്ചപ്പോൾ ആ പിറവിയിലെ മുടന്തനായ വ്യക്തിയുടെ മുടന്തു മാറിയെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവിൽ പറയാം. ജീവിച്ചു വരുന്ന വഴിയിൽ ഓട്ടത്തിൽ എവിടെയോ വന്ന വൈകല്യമല്ല, ജന്മനാ ഉള്ള വൈകല്യം. ഈ ജന്മനാ ഉള്ള വൈകല്യത്തെ മാറ്റുവാൻ ഉലകത്തിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഉലകത്തിൽ ഡോക്ടറില്ല. ജന്മനാ ഉള്ള വൈകല്യത്തെ മാറ്റുവാൻ ഇടയ്ക്ക് പോകുന്ന വഴിയിൽ, ജീവിതയാത്രയിൽ, പ്രായത്തിൽ എപ്പോഴോ ഒരു വൈകല്യം സംഭവിക്കാം. വേണമെങ്കിൽ സർജറി ചെയ്തോ മെഡിസിൻ കൊടുത്തോ ആ കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാക്കാം. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണപ്പോൾ തന്നെ വൈകല്യത്തോടെ വന്ന ആള് സൗഖ്യമാകുക, അല്ലെങ്കിൽ ഒരു വിടുതലുണ്ടാകുക, പ്രത്യേകിച്ച് മുടന്തു മാറുക എന്ന് പറയുന്നത് ലേറായ വിഷയമാണ്. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധ പറയാ, മനുഷ്യർ നിന്നെ നോക്കി പറയുന്നു നടക്കത്തില്ല, മനുഷ്യർ നിന്നെ നോക്കി പറയുന്നു ഇനി നീ ഗതി പിടിക്കില്ല, മനുഷ്യർ നിന്നെ നോക്കി പറയുന്നു നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുകയില്ല, മനുഷ്യർ നിന്നെ നോക്കി പറയുന്നു എന്നും ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ച് നിന്റെ ജീവിതം അവസാനിപ്പിക്കണം. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധ പറയാ, ലോകം നിന്നെ നോക്കി പറഞ്ഞ ചില വിഷയങ്ങളുടെ മുഖത്ത് നീ ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം നിന്റെ പ്രാർത്ഥനയിൽ സംഭവിക്കും. ശീലാസിൻ്റെയും പത്രോസിൻ്റെയും പ്രാർത്ഥനയിൽ അത്ഭുതം സംഭവിച്ചിട്ട് അവിടെ എഴുതിയത് ഇങ്ങനെയാണ്. പത്രോസ് പറയുക, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ളും തരുന്ന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അമ്മ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പ്രിയരെ, അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭക്തൻ കൈക്ക് പിടിച്ച് മുടന്തനായ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. നോക്കുക, അവൻ കുതിച്ചെഴുന്നേറ്റു. യേശുവിൻ്റെ സൗഖ്യം അങ്ങനെയാ, കുതിച്ചെഴുന്നേൽക്കുന്ന സൗഖ്യം, അപ്പോൾ തന്നെ ക്ഷണത്തിലുള്ള സൗഖ്യം. കർത്താവിൻ്റെ സൗഖ്യം 2 നിലയിലാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ക്ഷണത്തിലുള്ള വിടുതൽ, മറ്റൊന്ന് കുതിച്ച് എഴുന്നേൽക്കുന്ന വിടുതൽ. ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മനിയോഗത്തോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, നീ ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ, നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു മറുപടി കാണാൻ കഴിയാതെ എവിടെയോ നിങ്ങൾ വേദനപ്പെടുന്നെങ്കിൽ, ഒരു ഉയർച്ചയുണ്ടാക്കാൻ, ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ കഴിയാതെ നീയും നിന്റെ കുഞ്ഞുങ്ങളും തകർച്ചയിലാടാ, വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ക്ഷണത്തിൽ ഒരു വിടുതലുണ്ടാകും. യേശുവിൻ്റെ സൗഖ്യം എപ്പോഴും ക്ഷണത്തിലാണ് പ്രിയരെ. യേശുവിൻ്റെ കരം എപ്പോഴും ക്ഷണത്തിലാണ്. എൻ്റെ കർത്താവ് ഒരിടത്തും ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല 4 വെള്ളിയാഴ്ച ഉപവസിച്ചിട്ട് വാ, 4 ശബത്ത് പ്രാർത്ഥനയ്ക്ക് വാ, ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്നവരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ദേവാലയത്തിൽ യേശു കർത്താവ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ
വർഷങ്ങളായി കൂനു പിടിച്ച ഒരു മാതാവ് ആ പള്ളിയിൽ ചെന്നത് നമുക്കറിയാം. യേശു ആ കൂനു പിടിച്ച സ്ത്രീയെ സൗഖ്യമാക്കി. എപ്പോഴാണ്? ക്ഷണത്തിലാണ്. നോക്കുക, വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ട ആ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ക്ഷണത്തിലാണ് സൗഖ്യം കിട്ടിയത്. നൈൻ എന്ന പട്ടണത്തിൽ കൂടെ യേശു കർത്താവ് പോകുമ്പോൾ ഒരു വിധവ തൻ്റെ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ച കാരണത്താൽ ആ ബോഡിയുമായി വരുമ്പോൾ ആ പട്ടണത്തിൽ നിന്നുകൊണ്ട് ആ കൊച്ചിനെ സൗഖ്യമാക്കിയത് ക്ഷണത്തിലാണ്. യായിറോസിൻ്റെ വീട്ടിൽ നടന്ന ഉയർപ്പും ക്ഷണത്തിലാണ്. അങ്ങനെങ്കിൽ യേശുവിൻ്റെ സൗഖ്യവും യേശുവിൽ നിന്നുള്ള വിടുതലും അത് ക്ഷണത്തിലാണ്. എൻ്റെ പ്രിയരെ, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു വിടുതൽ കിട്ടുമെന്ന് പറയുന്ന ദൈവത്തെ അല്ല ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തരുന്നത്. ക്ഷണത്തിൽ വിടുതൽ തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇന്ന് രാവിലെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ക്ഷണത്തിൽ ഒരത്ഭുതം നടക്കും. നിങ്ങളുടെ മക്കളിൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ ജോലിയിൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അത്ഭുതം നടക്കും. ക്ഷണത്തിൽ ഒരു അത്ഭുതം നിങ്ങളുടെ വീടിനകത്തുണ്ടാകും. ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ കടന്നു വന്നു. തൻ്റെ മൂത്ത മകനുമായിട്ടാണ് കടന്നു വന്നത്. കാരണം തൻ്റെ മൂത്ത മോൻ നന്നായി പഠിച്ചതാണ്, എൻജിനീയറിംഗ് വരെ കഴിഞ്ഞതാ. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ജോലിയില്ല. പല സ്ഥലങ്ങളിൽ പോയി, കുറേ നാൾ ബാംഗ്ലൂരിൽ പോയി, കുറേ നാൾ ഡൽഹിക്ക് പോയി, കുറേ നാൾ മൈസൂർ പോയി. പക്ഷേ ഇവിടെയൊന്നും നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം ജോലിയൊന്നുമില്ലാതെ എങ്ങും നിൽക്കാൻ പറ്റാതെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ 2 വർഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 7 ദിവസം ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാ. ഈ ഉപവാസവും പ്രാർത്ഥനയും കേട്ടുകൊണ്ട് ഈ സഹോദരി ആ കുഞ്ഞുമായിട്ട് ആ മകനുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ വൈഫും ആ സഹോദരിയും തൻ്റെ മകനും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവൻ്റെ ജോലിക്ക് തടസ്സം നിൽക്കുന്ന ഏത് കെട്ടാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇവനെ അസ്വസ്ഥപ്പെടുത്തുന്ന ജോലിയെ തടയുന്ന ആ പൈശാചിക മണ്ഡലം മാറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മാസം തീരുന്നതിന് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞ ദൂത് പോലെ ആ മാസം തീരുന്നതിന് മുമ്പ് ദൈവം അവന് വേണ്ടി ഖത്തറിൽ വഴി തുറന്നു. ഇന്നവൻ ഖത്തറിൽ ജോലി ചെയ്യുക. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് സമയമുണ്ട്. ആ സമയത്ത് ദൈവം ക്ഷണത്തിൽ അത്ഭുതം ചെയ്യും. ഈ മനുഷ്യനെ നോക്കൂ, പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല, പക്ഷേ നസറേന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ചവനെ പൊക്കിയപ്പോൾ അവൻ എന്താ അവിടെ സംഭവിച്ചത്? ഒന്ന് കാലുറച്ചു, നരിയാണി ഉറച്ചു, കുതിച്ചു ചാടി. കാലും നരിയാണി ഉറച്ചപ്പോൾ അവൻ കുതിച്ചു ചാടി. ഇന്ന് രാവിലെ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവരോട് പ്രവചനയാത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുതിച്ചു ചാട്ടം ചില നന്മയിൽ വെളിപ്പെടാൻ പോകുകയാ. തലമുറയിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക മേഖലകളിൽ എവിടെയോ നിങ്ങൾ കരയുന്ന വേദനിക്കുന്ന വിഷയത്തിൽ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകാൻ പോകുകയാ. കാലുറച്ച് നിൽക്കത്തക്ക നിലയിൽ, നരിയാണി ഉറയ്ക്കത്തക്ക നിലയിൽ, നിങ്ങളെ നിവർത്തി നിൽക്കത്തക്ക നിലയിൽ ഒരനുഗ്രഹം കർത്താവ് തരുമെന്നേ. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഈ പ്രവചന ദൂതിൽ കൂടെ ശക്തവും വ്യക്തവുമായിട്ട് ഞാൻ ദൂത് കൈമാറുകയാ. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഏത് പ്രതിസന്ധികൾക്കകത്തും പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാനൊരു പ്രതിസന്ധിക്കകത്താണ്, ഞാനൊരു വേദനയ്ക്കകത്താണ്, ഞാനൊരു രോഗത്തിൽ കൂടെ കടന്നു പോകുകയാ, ഞാനൊരു കടഭാരത്തിൽ കടന്നു പോകുകയാ, എന്നെ രക്ഷിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ മുമ്പിൽ, സാക്ഷാൽ ദൈവപുത്രൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കി ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാവിലെ നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരത്ഭുതം സംഭവിക്കും. സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും വിഷയത്തിൽ ഒരത്ഭുതം ദൈവം ചെയ്തെങ്കിൽ, ഹന്നായുടെ വിഷയത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്തെങ്കിൽ, ദൈവം നിങ്ങളുടെ വിഷയത്തിലും നിങ്ങളുടെ വീടിനകത്തും നിങ്ങളുടെ തലമുറയിലും നിങ്ങളുടെ ജോലിയിലും ഒരത്ഭുതം കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നേടിയിട്ടില്ലാത്ത പുത്തൻ ഉറവകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിത്തരും.
അങ്ങനെയെങ്കിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കും, വിടുതൽ നടക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെ കമൻറ്റ് നിങ്ങൾ ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇല്ല, ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കൂ. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ വെളിപ്പെടും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരത്ഭുതം നടക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം. ക്ഷണത്തിൽ ഒരത്ഭുതം നടക്കുമെന്നും ആ അത്ഭുതം ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ദൈവം ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം. ഈ ജൂലൈ മാസം തീരുന്നതിന് മുമ്പ് ഇവരുടെ വീടിനകത്ത്, ഇവരുടെ കുഞ്ഞുങ്ങളിൽ, ഇവരുടെ ജോലിയിൽ ക്ഷണത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനയിൽ ഒരത്ഭുതം നടക്കട്ടെ. ഇന്ന് ഇവർ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിക്കകത്ത്, ജന്മനാ ഉള്ള പ്രതിസന്ധിക്കകത്ത് ഒരത്ഭുതം നടത്തി ഈ മനുഷ്യനെ ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ, ഈ മനുഷ്യൻ്റെ കാലുകളെ ഉറപ്പിച്ച്, നരിയാണി ഉറപ്പിച്ച്, അവൻ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്തവനെ കുതിച്ച് ചാടിപ്പിച്ചതുപോലെ കർത്താവെ, ജീവിതത്തിൽ ഇവർ അനുഭവിക്കാത്ത ചില നന്മകളും വഴികളും ദൈവം ഇവർക്ക് തുറന്നു കൊടുക്കണേ. ദൈവ പദ്ധതി കൊണ്ട് ദൈവം നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിലും ക്ഷണത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. അത്ഭുതം ചെയ്യാൻ കർത്താവ് കൂടെയുണ്ട്. സന്തോഷത്തോടെ ഇരിക്കെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നാളെ ഇതേ സമയം മറ്റൊരു പ്രവചന ദൂതുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.